നമസ്കാരം, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പോൾ എൻ്റെ വീഡിയോസിൽ തുടരെ വന്നിട്ട് വളരെ വൃത്തികെട്ട അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ചില ആൾക്കാർ, ലൈംഗിക വൈകൃതത്തിന് അടിമയായ ചില ആൾക്കാർ, അത് എൻ്റെ വീഡിയോയിൽ മാത്രമല്ല പലരുടെയും വീഡിയോയിൽ സെയിം പേഴ്സൺ കമൻ്റ് ഇട്ടിരിക്കുന്ന കണ്ടു, സെയിം ശൈലിയിൽ. അതിൻ്റെ പേര് അറ്റ്ലസ് അറ്റ്ലാന്റിക് എന്നുള്ളൊരു ഐ ഡി ഉണ്ട്. നിൻ്റെ കൊലയാളി, പിന്നെ ഒരെണ്ണമുണ്ട്, അത് ഒരു യൂസർ എന്ന് പറഞ്ഞിട്ടാ. അതുകൊണ്ട് അത് എനിക്ക് അത്രയും ഓർമ്മയില്ല, എഴുതി വെച്ചതായിരുന്നു, അത് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർ കമൻ്റ് ഇട്ടാലും ഞാൻ എൻ്റെ വീഡിയോ ചെയ്യും. ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ ഈ ഒരു പറഞ്ഞവന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മഴവിൽ കേരള എന്ന് പറയുന്ന ചാനലിലാന്ന് തോന്നുന്നു, ഒരമ്മ അവരുടെ മകൻ മരിച്ചതിനെ പറ്റി കുറച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മകൻ്റെ ഭാര്യ, അല്ലെങ്കിൽ മകനും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഉണ്ണിവാവ വ്ളോഗ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ മകൻ വിദേശത്തായിരുന്നു, ചേട്ടൻ വിദേശത്തായിരുന്നു. അപ്പോൾ ഒരു ഭാര്യയും മക്കളുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ഗൾഫിൽ, ഏത് രാജ്യത്താണെന്നുള്ളത് ഓർമ്മയില്ല, ഗൾഫിൽ കിടന്ന് സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു. സൂയിസൈഡ് ചെയ്തു തിരുവോണത്തിൻ്റെ അന്ന്. തിരുവോണ ദിവസം അവരറിഞ്ഞത് ലേറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അവരൊരുപാട് സങ്കടപ്പെട്ട്, ആ ഭാര്യയും മക്കളും ഒരുപാട് സങ്കടപ്പെട്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. എന്നാൽ അതിന് ബദലായിട്ട്, അതായത് അതിന് പകരമായിട്ടായിരിക്കാം ഇവരുടെ അമ്മ, ഈ ഒരു മരിച്ച ആ ഒരു വ്യക്തിയുടെ അമ്മ ഒരു ചാനലിന് അഭിമുഖം പോലെ സംസാരിക്കുകയുണ്ടായി. അതായത് ഈ പറഞ്ഞ മഴവിൽ കേരള എന്ന് പറഞ്ഞ ചാനലിൽ വന്നിട്ട്. അപ്പോൾ ആ അമ്മ പറഞ്ഞ കുറേ കാര്യങ്ങൾ എല്ലാവരും അത് കേട്ടിട്ട് അതിൻ്റെ താഴെ വന്ന കമൻസ് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി. കാരണം ഒരു പ്രായമുള്ളൊരമ്മയാണ്, ശരി, അവരുടെ പ്രായത്തിനെ ഞാൻ മാനിക്കുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ, സ്ത്രീ ആയാലും പുരുഷനായാലും തുല്യം തന്നെ, എന്നാലും ഞാൻ പറഞ്ഞതാ, ഒരു അമ്മ, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ളതല്ല പറയുന്നത്, ഒരു അമ്മ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഏജ്ഡ് ആയ ഒരു രീതി എന്നുള്ള രീതിയിൽ അവരെ ഞാൻ ബഹുമാനിക്കുന്നു. എന്നിരുന്നാലും അവർ പറയുന്ന അവരുടെ ചിന്താഗതിയും അവരെ ജീവിച്ചു വന്ന സാഹചര്യവും അവരുടെ ആ ഒരു വ്യൂ പോയിൻറ്റും എല്ലാം ശരിയാവണമെന്നോ ഒന്നും ഇല്ല. ആ അമ്മയുടെ മകൻ മരിച്ചിട്ട് ഏകദേശം ഒരു 10-20 ദിവസമോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, അത്ര പോലും ആയിട്ടില്ല. അപ്പം അത്രയും ആ ഒരു കാലയളവിൽ ഒരു പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഒരു വീഡിയോയ്ക്ക് പബ്ലിക്കിൽ വന്നിരുന്നിട്ട് വീഡിയോയ്ക്ക് അഭിമുഖം കൊടുക്കുന്നത് എല്ലാം ഒരൊറ്റ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ്. അവരുടെ ഈ മരിച്ചുപോയ മകൻ്റെ ഭാര്യയെ ഫോക്കസ് ചെയ്തിട്ടാണ്. എല്ലാ കുടുംബങ്ങളാവുമ്പോഴും ചട്ടിയും കലവും തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലായിടത്തും അങ്ങനെയാണെന്ന് പറയുന്നില്ല, എന്നിരുന്നാലും അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക്. അപ്പോൾ സാധാരണ ഒരമ്മ, അവർ പഴയ കാലത്തെ ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെ വെച്ച് അവർ തന്നെ അവരുടെ മരുമകളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ വീഡിയോയ്ക്ക് അഭിമുഖം കൊടുത്തു. അത് കേട്ടിട്ട് കുറേ പേര് ആ മരുമകളെയും അവരുടെ മക്കളെ, അതായത് ഈ ഒരു മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും നിറച്ചും പൊങ്കാലയിടുക, അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ കമൻ്റ് ഇടുകയാണ്. ഞാൻ 2 ഭാഗവും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് 2 ഭാഗം പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ഭാഗത്തുണ്ടായ എനിക്ക് തോന്നിയതായ കാര്യങ്ങൾ, അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല, സത്യം എന്തായാലും ആർക്കും അറിയില്ല. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് മെയിനായിട്ടും ഈ അമ്മ പറയുന്ന കാര്യങ്ങളും, അത് കണ്ടിട്ട്, ആ വീഡിയോ കണ്ടിട്ട് അതിനെപ്പറ്റി ചില ആൾക്കാർ കമൻ്റ് ഇട്ടതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രായമുള്ള അമ്മയാണ്, അവർ ഒരു ജനറേഷൻ ഗ്യാപ്പ് വ്യത്യാസമുള്ള ആൾക്കാരാണ്. അവരുടെ ചിന്താഗതിയൊക്കെ ഇപ്പോഴത്തെ ചിന്താഗതിയുള്ള ആൾക്കാരുടെ പോലെ ആയിരിക്കില്ല.
അപ്പോൾ അവരുടെ മകൻ മരിച്ചതിൻ്റെ ഒരു ഫീലിങ്ങിലും അവരുടേതായ ചെറിയ നാടൻ കുലസ്ത്രീ പരിവേഷമുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളും ചിന്താഗതിയുമാണ് അവിടെ പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം കൂടി ഈ കാണുന്നവർക്കില്ലല്ലോ. പല സ്ത്രീകളും ഇട്ടേക്കണ കമൻറ്റ് കൂടെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി. നമ്മൾ ഒരാളെപ്പറ്റി നമ്മൾ പറയുമ്പോഴും ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴും നമുക്ക് സത്യമൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യത്തിലെ നമുക്കത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അല്ലേ, വിശ്വസിക്കാവുന്ന കാര്യത്തിനാണ് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ണുടച്ച ഒരു സ്ത്രീ ഇട്ടേക്കുന്നതാണ് അവളുടെ ഓവർ ആക്ടിങ് കണ്ടപ്പോഴേ തോന്നിയെന്ന്. അതായത് ഈ മരിച്ചുപോയ അവരുടെ മകൻ്റെ ഭാര്യയുടെ കാര്യം. അതുപോലെ തന്നെ ഒരാൾ പറയണം അൺസബ്സ്ക്രൈബ്ഡ് ഉണ്ണിവാവ വ്ളോഗ്സ്. പിന്നെ ചിലർ പറയണം അമ്മയും മക്കളും ഓവറാണ്. ചിലർ പറയുന്നു ഫിലിം ഫീൽഡിൽ വരെ അവൾ എത്തിയതല്ലേ, അവൾ ഇതിനും അപ്പുറം കാണിക്കുന്നു. ഇപ്പം ഞാൻ ഒരു ടീച്ചറാണ്, പക്ഷേ ഫിലിം ഫീൽഡിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് 2-3 എണ്ണത്തിന് പോയി, അടുത്ത ദിവസം പോകാനിരിക്കുന്നുണ്ട്. ഫിലിം ഫീൽഡിൽ പോകുന്നവരെല്ലാവരും വൃത്തികേടിന് പോകുന്നതോ മനസ്സ് ക്രൂര മനസ്സായിട്ടുള്ളവരോ അല്ല. അങ്ങനെയൊക്കെ കരുതുന്നതും ചിന്തിക്കുന്നതും അടഞ്ഞ മനസ്സുള്ളവരാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എനിവേ ഞാൻ ആ അമ്മയുടെ ഇൻ്റർവ്യൂവിനെ പറ്റി ഞാനിവിടെ പറയാൻ പോവുകയാണ് കേട്ടോ. അത് ഓക്കെ, ആ അമ്മ പറയുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും ആ കാര്യത്തെക്കുറിച്ച് എനിക്കുള്ള ചിന്താഗതി, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആ അമ്മയെ ഒരിക്കലും മോശമാക്കുകയോ ഒന്നും ചെയ്യുകയല്ല. ആ അമ്മയുടെ മകനാണ് മരിച്ചത്. അവരെങ്ങനെയുള്ളവരായിക്കോട്ടെ. അപ്പോൾ അവർക്ക് ആ സങ്കടം കൊണ്ട് അവർ ചിലപ്പോൾ സങ്കടം കൊണ്ട് അവർ പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ല, അവർ മനസ്സിൽ സങ്കടം ഉണ്ടാവും, കാരണം അവരുടെ മകനാണ് എത്രയൊക്കെ വന്നാലും. പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു ന്യായമുള്ള കാര്യങ്ങളല്ല. വെറും സില്ലി മാറ്റേഴ്സാണ് മരുമകളുടെ മേലെ അവർ ആരോപിക്കുന്നത്. അപ്പോൾ ഈ ഒരു പബ്ലിക് പൊതുവേദിയിൽ വന്നിരുത്തിട്ട് ഈ മരുമകളെ മാത്രം കുറ്റം പറയുമ്പോൾ അവരെപ്പറ്റി എന്ത് ധരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. എല്ലാവരും അത് കേട്ടിട്ട് ആ സ്ത്രീയെ, മരുമകളായ ഈ ഒരു മരിച്ചുപോയ മകൻ്റെ ഭാര്യയായ അതിൻ്റെ ഞാൻ ഇവരുടെ വീഡിയോസ് ഇടയ്ക്ക് കാണാറുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും കാണാറില്ല. അമ്മയുടെ പേര്, അതായത് ഈ കുട്ടികളുടെ അമ്മയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇനി എന്തോ ആവട്ടെ. അപ്പം ഈ ഒരു പറയുമ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ അമ്മ പറയുന്ന കാര്യങ്ങളിലൂടെയാണ് അവരുടെ വീഡിയോയിലേക്ക് പിന്നെയും കയറി. നേരത്തെ അവരുടെ വ്ളോഗ്സ് കുറേ കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മോൾ അവരുടെ ഒരു നല്ലൊരു ഫാനാണ്. മോളെപ്പോഴും അവരുടെ വീഡിയോസൊക്കെ കാണും. അപ്പോൾ ഈ അമ്മ പറയുന്ന തൊടു ന്യായങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അവരുടെ ജനറേഷൻ ഗ്യാപ്പിലും ആ പഴയകാല, അതായത് മരുമകൾ എന്നും മരുമകൾ, അമ്മായിയും എന്നും അമ്മായിമ്മ എന്നുള്ള ചിന്താഗതി പുലർത്തുന്ന ഒരു അമ്മയായിട്ടാണ് തോന്നിയത്. ആ ഒരു പെരുമാറ്റങ്ങളും വർത്തമാനങ്ങളും എനിക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ പോകാം. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് എല്ലാ കൊല്ലം ഓണപ്പുടവ തരും, എല്ലാ മാസവും 2000 രൂപ തരും. അപ്പോൾ കഴിഞ്ഞ കൊല്ലം തന്നില്ല, എന്നാൽ ഈ കൊല്ലം ഓണപ്പുടവയും സെറ്റുമുണ്ടൊക്കെ ആയിരിക്കാം 2000 രൂപയും കൊണ്ടുപോയി ആ കുട്ടിയില്ലേ വാവ എന്ന് പറഞ്ഞ കുട്ടി, അവരുടെ മകൻ്റെ കുട്ടിയാണ്, എന്നാലും അവർ പറഞ്ഞ ആ കുട്ടിയില്ലേ വാവ, ആ കുട്ടി കൊണ്ടുപോയി തന്നു. അവിടെ ഒരു അകൽച്ച, അവരുടെ വർത്തമാനത്തിലുണ്ട് ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ 2-ാം ദിവസം എങ്ങാണ്ട് പുറത്തേട്ട് ആദ്യമായി ഇറങ്ങുന്നതാണ്, ഒരു അമ്പലത്തിൽ പോവുകയാണ് ഇവരുടെ, അതായത് മകൻ മരിച്ചുപോയ ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ചേട്ടനും ഭാര്യയും കൂടെ കല്യാണം കഴിഞ്ഞ് വന്നു. 2-ാം ദിവസം കണ്ട് അമ്പലത്തിൽ പോയപ്പോൾ ആ വഴിക്ക് അവൾ സിനിമയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിന്ന്. അവൾ സിനിമയ്ക്ക് വിളിച്ചുകൊണ്ട്, എൻ്റെ മകന് സിനിമയും സീരിയലോ ഷൂട്ടിങ്ങോ ഒന്നും ഇഷ്ടമല്ല, TV-യോ സിനിമയോ ഒന്നും കാണുന്നതോ പോകുന്നതോ ഇഷ്ടമല്ല. അതങ്ങ് അടിച്ചമർത്തി, മകന് ഇഷ്ടമല്ല. അപ്പോൾ ആ ഒരു ചേച്ചി എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം എൻ്റെയൊക്കെ ഏജാണ്, എനിക്കറിയില്ല, എനിക്ക് 39 ആണ്. അപ്പോൾ പുള്ളിക്കാരി അമ്പലത്തിൽ പോയിട്ട് ആ വഴി അത് അവരുടെ പ്രൈവസി ജീവിതമാണ്. പണ്ടത്തെ ഈ പറഞ്ഞ പോലെ ഞാൻ വരയ്ക്കകത്ത് നിങ്ങൾ പോയാൽ ഇങ്ങോട്ട് വന്നോളണം, നിങ്ങൾ ആരോട് വെച്ചിട്ടാണ് പോയത്, നിൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ വരലാനെടുക്കാൻ അനുവാദമില്ല എന്ന് പറയുന്ന ഒരു പ്രൗഢിത്തരാണ് ആ അമ്മ അവിടെ കാണിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം മകന് സിനിമയ്ക്ക് പോകാൻ താല്പര്യമില്ല, മരുമകൾ കൊണ്ടുപോയതാന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ അതിലേക്ക് എന്ത് തെറ്റാണ് ഈ പറയുന്ന ആൾക്കാർക്ക് ഇരിക്കുന്നത്. ആ അമ്മയുടെ ചെറിയ അഭിപ്രായങ്ങൾ, വ്യത്യാസങ്ങളാണ് ആ പറയുന്നത്, അവരുടെ ചിന്താഗതി. അങ്ങനെയൊന്നും ഒരു പെണ്ണ് പൊക്കൂടാ അല്ലെ. ആ ചേച്ചി, ഈ പറയുന്ന ഈ കുട്ടികളുടെ അമ്മ തന്നെയാണ് ഈ മകനെ വിളിച്ചുകൊണ്ട് പോയത് എന്ന് നിർബന്ധിച്ച് ഈ അമ്മ എന്തിനു വിചാരിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ അവൾ പറഞ്ഞു, ഏട്ടൻ പറഞ്ഞിട്ടാന്ന്, അതായിക്കോട്ടെ, അതിലെന്തിനു ഇവരിടപെടുന്നു, അത് അവരുടെ ലൈഫ്. ഒരു മകനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞു മരുമകൾ അട്ടിപ്പേറ് കിടക്കണമെന്നൊന്നുമില്ലല്ലോ ഇവരുടെ കാൽ കീഴിൽ, ഇല്ലല്ലോ. അപ്പോൾ അവരുടെ പ്രായവും ചിന്താഗതിയും ചിന്തിച്ചിട്ട് വേണം കമൻറ്റ് ഇടാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ
അന്ന് വിളിച്ച് അപമാനിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നിടത്ത് തന്നെ അവർ ഭാര്യയും ഭർത്താവാണ്, അവർക്ക് പല പ്രശ്നങ്ങൾ കാണാം എന്ന് വെച്ച് സ്വന്തം അമ്മയും ഭർത്തൃ വീട്ടുകാരെ എന്നും കുറ്റം പറയുന്നത് ഒരു മകന് സ്വന്തം വീട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മകൻ എപ്പോഴും കേട്ടാൻ പറ്റിയെന്ന് വരില്ല. അത് അവരുടെ പേഴ്സണൽ, അവർ നല്ല രീതിക്കല്ലേ സ്നേഹിച്ചു പോകുന്നത്. നല്ല രീതിക്ക് സ്നേഹിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ഒരു അമ്മയും ഭാര്യയും ഭർത്താവും എന്തെങ്കിലും രീതിയിൽ വഴക്കിട്ടാലും അവർ തമ്മിൽ അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോകുന്നത് അല്ലേ. അപ്പോൾ വിളിച്ച് അപമാനിക്കാൻ തുടങ്ങിയെന്ന് അമ്മ പറയുന്നത് തന്നെ ഒരു ചേർച്ചയില്ലാത്തൊരു കാര്യമാണ്. പിന്നീട് ഞാൻ അങ്ങോട്ടൊന്നും വിളിക്കാറില്ല, അവൾ ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. ഒന്നാലോചിച്ച്, അവൾ ഇങ്ങോട്ട് വിളിക്കും, മകൻ്റെ ഭാര്യ ഇങ്ങോട്ട് വിളിക്കുമെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ആർക്കാണ് ഉത്തരവാദിത്വം? സ്നേഹം എന്ന് പറയാനില്ല, ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? മരുമകൾ വിളിക്കുമെങ്കിൽ അവരെക്കുറിച്ച് അന്വേഷിക്കാനല്ലേ വിളിക്കുന്നത്. എന്തും ആവട്ടെ, സ്നേഹമോ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കട്ടെ, കടമ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ എന്നുള്ളൊരു കരുതൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 100 മാർക്ക് ഇടുക. കാരണം എത്രയൊക്കെ വന്നാലും മരുമകളെ മകളായിട്ട് കാണാൻ കഴിയില്ലാത്ത അമ്മയുടെ അടുത്ത് ഒരുപാട് സ്നേഹിച്ചിട്ടും കാര്യമില്ലെന്ന് അവർക്ക് ചിലപ്പോൾ തോന്നിക്കാണാം. അപ്പോൾ അവരവരുടെ കടമകൾ ചെയ്തിട്ടുണ്ടാവാം. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യം, എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തൊരു കാര്യമാണ് മരുമകളുടെ ഓപ്പറേഷൻ. വയറിൽ അപ്പോൾ വയറ്റിനകത്തൊരു കായ ഉണ്ടായിരുന്നു, എന്തോ 2 കായ ഉണ്ടായിരുന്നു. എത്ര അവഹേളിച്ച് എത്ര രീതിയിലാണ് അവരാ പറയുന്നത്. അപ്പോൾ അവരുടെ രീതിയും ഒരു ചിന്താഗതിയും അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ മരുമകളാണ് ആ ചേച്ചി, ആ പുള്ളിക്കാരത്തി, അവർ പറയുന്ന വീഡിയോ ഞാൻ കുറച്ച് കണ്ടു. സ്വന്തം മകൾക്കാണെങ്കിൽ ഇവരിങ്ങനെ പറയൂ അലക്ഷ്യ, അവൾക്ക് എന്തോ കയ്യിൽ വയറ്റിൽ എന്തോ ഒരു കായുണ്ടായി എൻ്റെ മകൾക്കെന്ന് പറയുമോ? മരുമകളായതുകൊണ്ട് മരുമകളുടെ അസുഖവും തലവേദനയൊക്കെ നിങ്ങൾക്ക് അത് അസുഖമല്ല, അതെല്ലാം അഭിനയമാണ്. ഇപ്പോൾ ഒരു വയറ്റിനകത്ത് 2 കുരു അത് സ്ത്രീകൾക്ക് എന്തെല്ലാം അസുഖം വരാം, ഇവർക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും വന്നിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് വരാതിരിക്കാവോ? 2 കുരു, ഇനിയെന്താ പറയുക, ഫൈബ്രോയിഡോ അങ്ങനെ അതുമല്ലായിരിക്കാം, അങ്ങനെ വന്നു, അത് ഓപ്പറേഷൻ വന്നാൽ അത് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവാം. അതിനെപ്പറ്റിയൊക്കെ ഈ അമ്മ വളരെ മോശമായാണ് പബ്ലിക്കിൽ വന്നിരുന്നു പറഞ്ഞത്. അവൾ ഇതുവരെയും പറ്റാത്ത ഡോക്ടറെ കൊണ്ട് അങ്ങനെയും ചെയ്യാത്ത ഓപ്പറേഷൻ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയി 3-ാം ദിവസം വന്നു, എന്താണ് പറ്റില്ല, തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് 2-3-ാം ദിവസം ഹാപ്പി ആയിട്ട് വന്നു, ഒരു കുഴപ്പമില്ല അവൾക്ക്. പിന്നെന്താണ് എന്താണ് 2 കായ ഉണ്ടായിരുന്നോ എന്തൊക്കെയോ പറയേണ്ടത്, വളരെ പുച്ഛിച്ച് മരുമകൾ എന്നുള്ള ആ ഒരു വ്യത്യാസം അവിടെ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആൾക്കാർ കമൻറ്റ് ഇടുന്നതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ അമ്മ പറയുന്നുണ്ട്. സ്വന്തം മകൾക്കാണ് വന്നെങ്കിൽ ഇത്രയും പുച്ഛിച്ച ആ അമ്മ പറയുമോ? അതൊരിക്കലും ഇല്ലല്ലേ. ഓക്കെ. പിന്നെ ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല, ഭർത്താവിന് വിളമ്പി കൊടുക്കില്ല, അമ്മയാണ് വിളമ്പി കൊടുക്കുന്നത്, ഒപ്പം കഴിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് അവർ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂ ആണ്. ഇനിവേ ഭർത്താവ് പരാതി പറയുകയാണ്, അവരുടെ മകൻ പരാതി പറയുകയാണ്, ഇവൾ എൻ്റെ കൂടെ നിന്ന് കഴിക്കണല്ലോ അമ്മേ, എനിക്ക് അവളെ എൻ്റെ കൂടെ നിന്ന് കഴിക്കണം, എൻ്റെ ആഗ്രഹം അതാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആ ഭാര്യയോട് തന്നെ നീ എൻ്റെ കൂടെ നിന്ന് കഴിക്കണം കേട്ടോ എന്ന് അവർ തമ്മിൽ പറയുകയോ കുടുംബാംഗങ്ങളോട് പറഞ്ഞു അത് എന്താ നീ അവൻ്റെ കൂടെ നിന്ന് കഴിക്കാത്തതെന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും വലിയ ന്യായം അല്ലേ. നീ ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അത് ലോകത്ത് ഏറ്റൊന്നുമല്ല. അത് അവർക്ക് വിശക്കുന്നുണ്ടാവില്ല, അവർ കഴിക്കേണ്ട സമയത്തായിരിക്കും അവർ കഴിച്ചിട്ടുണ്ടാവുക. ഒരു സ്ത്രീ ഒരു ഭർത്തൃ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ കൊണ്ടാണ് അവർ ഒറ്റപ്പെട്ടും പാനിക്കല്ല ഈ ഡിപ്രസ്ഡ് ആയൊക്കെ പോകുന്നത്. അപ്പോൾ അവർക്ക് പല രീതി അവർ പറയുന്നതും ചെയ്യുന്നതൊക്കെ അവർക്ക് ഒറ്റപ്പെട്ട രീതികൾ കാര്യങ്ങളായിട്ട് ഇവർക്ക് പിന്നെയും തോന്നുവാണ്. അപ്പോൾ ഭർത്താവ് ചിലപ്പോൾ സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ആ സമയത്തൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവിടെ കിടന്ന് പണിയെടുക്കില്ല എന്നാണ് ഇവർ പറയുന്നത് ഈ അമ്മ. പണിയെടുക്കാതെ ആരും ഒരു വീട്ടിലൊന്നും ജീവിക്കുന്നില്ല, അവർ അത്യാവശ്യം പണിയെടുക്കുന്നുണ്ടാവാം എന്ന് തന്നെയാണ് എൻ്റെ ഇത്. അമ്മയുടെ രീതിയിലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ജോലികളൊക്കെ ചെയ്തോ ഒറ്റപ്പെടുത്തിയോ കുറ്റങ്ങൾ കേട്ടോ ഒക്കെ ആകുമ്പോൾ അവർ ഒരുപാട് വിഷമിച്ചായിരിക്കും അവർ നടന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനോ പല വിഷമങ്ങളുണ്ടാവാം, നമുക്കറിയില്ല കാര്യങ്ങൾ. അതൊക്കെയാണ് പബ്ലിക്കിൽ വന്നിരുന്ന് പറയാനുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇളയ മകളുടെ ഭർത്താവിന് കുറച്ച് ഇതുണ്ട്, തലയ്ക്ക് ഒരു ചെറിയൊരു ഭ്രാന്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്, അങ്ങനെയാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരെ ഈ വീട്ടിൽ താമസിപ്പിച്ചു, ഈ തറവാട്ടിൽ മകനും ഭാര്യയൊക്കെ നിൽക്കുന്ന തറവാട്ടിൽ താമസിപ്പിച്ചു. അപ്പോൾ ഒരു മുറി ഓപ്പണായിട്ട് കിടക്കുന്നു. ഒരു മുറിയിൽ ഈ മകളുടെ ഭർത്താവിന് കിടത്തി, തലയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾക്ക്. അപ്പോൾ
അതായത് ഇത്തിരി ഭ്രാന്ത് എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം മെൻ്റലി വീക്കായ, അല്ലെങ്കിൽ എന്താ പറയുക, മെൻ്റൽ ഉള്ള ഒരു ആളാണ് മകളുടെ ഇളയ മകളുടെ ഭർത്താവ്. അപ്പോൾ അവരെ ആ മുറിയിൽ കിടത്തി, അല്ല അദ്ദേഹം ആ മുറിയിലായിരുന്നു. അപ്പോൾ അപ്പോൾ ഈ അമ്മയും മക്കളും, ഞാൻ എൻ്റെ മക്കളുമായിട്ട് കുറേ നേരം സംസാരിക്കുന്ന മുഴുവൻ ഈ മരുമകളുടെ കുറ്റമായിരിക്കാം. ഇത്രയും ഈ വേദിയിൽ വന്നിരുന്ന് പറയുന്നെങ്കിൽ അവർ എങ്ങനെയായിരിക്കാം ആ ഒരു ഇതിൽ പറയുന്നത്. ഇത്രയും ഇങ്ങനെ വന്നിരുന്ന് പറയണ ഒരമ്മയ്ക്ക് അവർ നേരിട്ടോ അല്ലെങ്കിൽ മക്കളെ കാണുമ്പോൾ എന്തൊക്കെയായിരിക്കാം പറയുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചു. അപ്പോൾ ഈ ഒരു മരുമകൾ പുറത്തു വന്ന് കിടക്കുന്നു, ഭർത്താവിൻ്റെ അടുത്തിട്ട്. ഭർത്താവ് അന്ന് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് ആ വർത്തമാനത്തിൽ. ഭർത്താവ് ഉള്ള മുറിയിലേക്ക് കിടക്കാൻ പോയില്ല, ഹസ്ബൻഡ് ഉള്ള അടുത്തിട്ട് മുറിക്ക് പുറത്ത് തന്നെ കിടക്കുന്നു, ഈ മരുമകൻ്റെ മുറിയിലേക്ക് നോക്കി കിടക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല എത്രത്തോളം ഇതിലൊക്കെ വാസ്തവമുണ്ട്. കാരണം അവരും മുറിക്ക് പുറത്ത് കിടന്ന് കാണാം, മുറിക്ക് ഒരുപക്ഷെ പുറത്ത് കിടന്ന് കാണാം. അത് അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും വഴക്കിട്ടിട്ടായിരിക്കാം മുറിക്ക് പുറത്ത് കിടന്നത്. ആ ഒരു കാര്യത്തിനെ വളരെ വളച്ചൊടിച്ച് അവൾ തൻ്റെ ഇടം കാണിച്ചതാണ്. അവളുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി വളരെ മോശമായ രീതിയിൽ അവരെ അതായത് ഇവള് തൻ്റെടിയാണെന്ന് കൂട്ടാക്കിയില്ല. അവൾ വരച്ച വരയിൽ നിന്നു. അവൾ അകത്ത് കയറി കിടന്നില്ല. ആങ്ങളേനെയും രണ്ടുപേരെയും അമ്മയൊക്കെ വിളിച്ചു, അമ്മയും അകത്ത് കിടന്നില്ല എന്നുള്ളത്. അവർ ഭാര്യയും ഭർത്താവുള്ള സങ്കടമോ കാര്യങ്ങളോ ആ ഒരു പ്രായമാണല്ലോ. അപ്പോൾ അവർ അത്രയും വളരെ ചെറുപ്പത്തിൽ വന്ന് കയറിയതാണ്. ഇന്നത്തെ പെൺപിള്ളേർ 19 വയസ്സെന്നുള്ള കുട്ടികൾ ഫ്രീക്കായിട്ട് നടക്കുന്നു, കൊച്ചു കുട്ടികളെ പോലെ ഡാൻസ് കളിച്ചോ അങ്ങനെയൊക്കെ നടക്കുന്നു. അന്ന് കുടുംബിനിയായപ്പോൾ അതിൻ്റേതായ പക്വതക്കുറവുണ്ടാവാം. അവർ തമ്മിൽ എന്തെങ്കിലും വഴക്കിട്ടപ്പോൾ പുറത്തിറങ്ങി കിടന്നതാവാം. അതൊന്നും മനസ്സിലാക്കാത്ത പണ്ടത്തെ സ്ത്രീകളുടെ പോലത്തെ ഈ പറയുന്ന പോലെ കുറേ ക്ഷമിക്കാനുള്ള കഴിവുകളോ കുശുമ്പും കുന്നായ്മയൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറവാണ്. ക്ഷമിക്കാനുള്ള കഴിവ് കുറയുമ്പോൾ കുശുമ്പും കുന്നായ്മയും കുറയും. അതാണ് വ്യത്യാസം. അപ്പോൾ അവർ അകത്ത് കയറി കിടന്നില്ല. അതൊക്കെയാണ് ഇവിടെ വന്ന് പറയേണ്ടത്. ഈ അമ്മയ്ക്ക് പറയാൻ പറ്റിയ എന്ത് കാര്യമുള്ളേ? അപ്പം അങ്ങനെ മുറിക്ക് അകത്ത് കയറി കിടന്നില്ല, അകത്ത് പുറത്ത്. പിന്നെ പിന്നെ ആരൊക്കെയോ ഭർത്താവ് തന്നെ വന്നിട്ട്, മകൻ തന്നെ വന്നിട്ട് വലിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു. അതിലൊക്കെ എന്താണ് ഒരു കാര്യം ഇരിക്കുന്നത്? പിന്നെ അതുപോലെ തന്നെ മകന് ടോർച്ചർ, ഇപ്പോഴും ഞങ്ങളുടെ കാര്യം പറഞ്ഞ് വിളിച്ച് ടോർച്ചർ ചെയ്യുന്നു. പിന്നെ ഈ മരുമകളുടെ ഓപ്പറേഷനെ സംബന്ധിച്ച് ഈ ഒരു മകൻ്റെ അല്ലെങ്കിൽ മരുമകളുടെ കേക്ക് അവർക്ക് ഇഷ്ടമല്ലാത്തതോ അവരെ വേദനിപ്പിക്കുന്നതോ ആയോ എന്തെങ്കിലും വർത്താനം ഈ അമ്മയുടെ വായിൽ നിന്ന് വീണത് കൊണ്ടായിരിക്കാം അവരത് സങ്കടപ്പെട്ട് മകനോട് പറഞ്ഞത്. ആ മകൻ അത് കേട്ടപ്പോൾ അമ്മോട് ചോദിക്കുകയും പിന്നീട് മിണ്ടാതാവുകയും ചെയ്തു. ഒരു പക്ഷേ മകൻ പിന്നീട് അമ്മയാണ്, മകന് അമ്മോട് മിണ്ടാം, എന്തും പറഞ്ഞോട്ടെ, അമ്മയാണ്, അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ മിണ്ടാൻ അത് മകൻ്റെ ഭാഗത്താണ്. അമ്മയോട് മിണ്ടണ്ട എന്ന് ചിലപ്പോൾ ഈ മരുമകൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ആ കുട്ടികൾ പറയുന്ന വീഡിയോയിലുണ്ട്, അച്ചാമ്മയോട് പ്രായത്തിൽ ബഹുമാനം കാണിക്കണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നതിൽ തന്നെയുണ്ട് അവരെത്രത്തോളം കുറച്ച് ഹാർഷായ ഒരു സ്ത്രീയാണെന്ന്. അത് ഈ അമ്മ. കാരണം ഒന്നാമത്തെ ആ കുട്ടികൾ പറയുന്നുണ്ട്, നമ്മളെ പുഞ്ഞാരിക്കോ ഓമനിക്കോ മക്കളെ എന്ന് വിളിച്ചൊന്ന് കൈ പിടിക്കുകയോ ഒരു സ്നേഹമോ കാര്യങ്ങളോ ആ അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ലെന്ന്. അതിലൊരിക്കലും നുണയുണ്ടെന്ന് എനിക്കത് കണ്ടിട്ട് തോന്നിയില്ല. പിന്നീട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അമ്മ ഈ മരുമകളുടെ അമ്മ ആ വീട്ടിൽ മകളുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി നിന്നു. അതുപോലെ തന്നെ ആത്മഹത്യ, ഒരു തവണ ജോലി നഷ്ടപ്പെട്ട് ഗൾഫിലെ ജോലിയിൽ നിന്നും വന്ന് ഇവിടെ മകൻ സ്വന്തം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഏതോ വീട്ടിൽ വെച്ചിട്ട്, ഒരു ബന്ധുക്കളുടെ വീട്ടിലാണോ സ്വന്തം വീട്ടിലായിരുന്നോ എന്നറിയില്ല, മുറിയിൽ കയറിയിട്ട് തൂങ്ങാനായിട്ട് ശ്രമിച്ചു. തൂങ്ങാൻ വേണ്ടിയിട്ട് കയറാണോ സാരിയാണോ എന്തോ കുടുക്കിട്ടതായിട്ട് ഈ ഒരു മരുമകൾ പറഞ്ഞു. ഈ മരിച്ചുപോയ മകൻ്റെ ഭാര്യ തന്നെ. അപ്പോൾ പറഞ്ഞു, അതായത് ഉണ്ണിവാവയുടെ അമ്മ. അപ്പോൾ അത് ശുദ്ധ നുണയാണ്. എൻ്റെ മകൻ അങ്ങനെ കാണിച്ചിട്ടില്ല, അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്തിരിക്കും, എൻ്റെ മകനെ അങ്ങനെ കാണിക്കില്ല എന്ന് അങ്ങോട്ട് കണ്ണുമടച്ച് പറയുക. അത് കാണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ലെങ്കിൽ പോലും എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നത് ആ ഒരു ഫാമിലിയോടാണ്, ഉണ്ണിവാവ വ്ളോഗ്സിനോട് തന്നെയാണ്. അവരത് സംഭവിച്ച കാര്യം ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ഇങ്ങനെ തൂങ്ങാൻ ശ്രമിച്ചു എന്നുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ എന്ത് കാര്യവും. പിന്നെ മകൻ സൈലൻ്റാണ്, മകൻ പാവാണ്, ശുദ്ധ പാവാണ്. മരുമകളാണ് ചീറ്റപ്പുലി പോലെ എപ്പോഴും ടോർച്ചറിങ്, കുറ്റം പറച്ചിൽ കാര്യങ്ങളാണ്. മകന് സ്വസ്ഥത കൊടുക്കില്ല എന്നും എല്ലാം. മകൻ വളരെ നേരെ തിരിച്ചാക്കി അവർ. അതായത് മരുമകൾ പാവല്ലേ എന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇങ്ങനെ പറഞ്ഞത്.
നേരെ തിരിച്ചാക്കി. അതുപോലെ തന്നെ അനിയൻ്റെ ഭാര്യയെ അനിയനും ഭാര്യയൊക്കെ വേറെ വീടെടുത്ത് മാറിപ്പോയതിനും ഇവരുടെ മേലിലാണ് കുറ്റം ചാർത്തുന്നത്. പിന്നെ അനിയൻ്റെ ഭാര്യയുടെയും ഇളയ മകൻ്റെയും ഭാര്യയുടെയും കുടുംബത്തിൻ്റെ കൂടെ പോയി നിൽക്കുമ്പോൾ ഇളയ മകൻ്റെ ഭാര്യയുടെ കുറ്റവും മക്കളുടെ കുറ്റവുമാണ് ഇവരിവിടെ വന്ന് പറയുന്നത്. മക്കളെ മര്യാദയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കില്ല, നോക്കില്ല, മക്കളുടെ സ്വഭാവം എങ്ങനെയാണ്, അവൾ പഠിപ്പിച്ചതാണ്, അവൾ എന്നെ നോക്കില്ല, അവൾ ദുഷ്ടത്തെയാണ്. അല്ലെങ്കിൽ അത് മെയിനായിട്ട് പറയുന്നത് അവൾ കുടുംബത്തിലെ പണികളൊന്നും നേരാവണ്ണം എടുക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനിയൻ്റെ ഇവരുടെ ഇളയ മകൻ്റെ ഭാര്യയുടെ കുറ്റം ഈ ഒരു പ്രസ്തുത മരിച്ചുപോയ കൃഷ്ണകുമാർ ചേട്ടൻ്റെ വൈഫായ ഉണ്ണിബാബ വ്ലോഗ്സിൻ്റെ അവരോട് പറയും. അപ്പോൾ ഇവിടുത്തെ കാര്യം അങ്ങോട്ടും പറയും. അത് സ്വന്തം മകളുടെ കുറ്റവും പറയും. സ്വന്തം മകളുടെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ 10 പൈസ സഹായിക്കാതെ ഇവരാണ്, ഈ ഒരു അമ്മയും മക്കളാണ് ഭർത്താവ് പോലും അറിയാണ്ട് സ്വന്തം പെങ്ങന്മാർക്ക്, ഇതേ മരിച്ചുപോയ ആളുടെ പെങ്ങന്മാർക്ക്, ഇവരുടെ നാത്തുമാർക്ക് പൈസ കൊടുത്തിട്ടുള്ളതും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് കേൾക്കുന്നത്. പിന്നെ ഇവരെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു 2 മരുമക്കളെ കൊണ്ടും പണിയെടുപ്പിക്കില്ല. 2 മരുമക്കളും സന്ധ്യ കഴിഞ്ഞാൽ വെളിയിട്ട് ഇറങ്ങില്ലാത്തവരാ. സ്വന്തം മക്കളാണ് കഷ്ടപ്പെട്ട കുടുംബം നോക്കുന്നത്, കുടുംബത്തിലെ പണി എടുത്തുകൊണ്ടിരുന്നതും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഗർഭിണിയായപ്പോൾ ധന്വന്തരം ഗുളിക വാങ്ങിച്ചു. ധന്വന്തരം ഗുളികയൊക്കെ ആരെങ്കിലും ഡോക്ടർ തരുമോ? ഇതൊക്കെയാണ് ഈ അമ്മയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അമ്മ ഒരുപാട് തലയിട്ട് പുകഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനത്തെ വീഡിയോയിൽ ഇങ്ങനത്തെ അഭിപ്രായം വന്നിരുന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അപ്പോൾ അവിടുത്തെ വഴക്കുണ്ടായേക്കണത്. അമ്മയുടെ ചിന്താഗതി ഇതൊക്കെ ആയിരുന്നു എന്നും അത് ഒരു പെണ്ണുങ്ങൾ സഹിക്കില്ല നമ്മളെ പറയുന്നത്. ഈ അമ്മയെ ബഹുമാനമില്ലാണ്ട് ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ കേട്ടിട്ട് കിടന്ന് തുള്ളുന്ന ആൾക്കാരെ ഞാൻ പറയുന്നത്. ഒരുപാട് പേര് ഓരോന്ന് വന്ന് പറയുന്നുണ്ട് ഓവർ ആക്ടിങ് ആണെന്നൊക്കെ ഈ അമ്മയും മക്കളെന്ന്. അതായത് ഈ ഒരു മരിച്ചുപോയ ആളുടെ ഭാര്യയും മക്കളെന്ന് എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഈ വീട്ടിൽ അതായത് ഗർഭിണിയായപ്പോൾ ഇങ്ങനെ അതൊക്കെ മരുന്നുകൾ കഴിക്കാൻ എന്താണ് ധന്വന്തരം മരുന്ന് മാത്രം കഴിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ ഈ കുടുംബത്തിൽ നല്ല സ്നേഹമായിട്ട് ജീവിച്ച കുടുംബത്തിൽ ഇവള് വന്നപ്പോൾ അവൾക്ക് കൊതിച്ചിട്ടുണ്ട് സ്നേഹം കിട്ടാൻ. പിന്നീട് എല്ലാം തല്ലിപ്പിരിച്ച് തമ്മിലടുപ്പിച്ചു എല്ലാത്തിനെയും പറഞ്ഞു വിട്ടു. അവർ ചിന്തിച്ചു കൂട്ടുന്നത് അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. അവർ സ്വന്തം മകളോട് ഒരു മകള് എടുത്തതിന് വരെ മകളെ ചീത്ത പറഞ്ഞ് ഓടിക്കുകയും ഷീറ്റിന് വേണ്ടിയിട്ട് കടിപിടി കൂടുകയും ചെയ്യുന്ന ഒരു അമ്മയാണ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പ്രായമുള്ള ഒരു അമ്മയാണ്. പക്ഷെ അവരുടെ ചിന്താഗതിക്കൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ മരുമക്കളെ കൊണ്ട് മക്കളൊന്നും ചെയ്യിക്കാറില്ലെന്നും, അതുപോലെ തന്നെ ഈ പറയുന്ന ഉണ്ണിബാബ വ്ലോഗ്സിലെ ആ അമ്മ മക്കൾക്ക് ഈ ഉണ്ണിക്കും ബാബയ്ക്കും ഫുഡ് നേരാമണം ഉണ്ടാക്കി കൊടുക്കില്ല. ഭർത്താവിന് രാവിലെ കട്ടൻ ചായ മാത്രമേ കൊടുക്കുകയുള്ളൂ, ഉച്ചവരെ പട്ടിണിയാണ് എന്നുള്ളതൊക്കെയാണ് ന്യായങ്ങളാണ് ഈ അമ്മ പറയുന്നത് അല്ലേ. പിന്നെ ഈ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറയുന്നത് ഇവള് തുന്നൽ പഠിക്കാൻ പോയിട്ട് ഒരു 4 കൊല്ലം പോയിട്ട് ഒരു ജാക്കറ്റെങ്കിലും തയ്ച്ചോ എന്ന്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഈ അമ്മയ്ക്ക് അത് പറയേണ്ട കാര്യമുണ്ടോ? ഈ അമ്മയ്ക്ക് മകൻ മരിച്ചിരിക്കുമ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായത്, മകൻ മരിച്ചിരിക്കുമ്പോൾ മരുമകളുടെ കുറ്റം മാത്രം ഫോക്കസ് ചെയ്ത് പറയാൻ ആ അമ്മ നോക്കിയിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അമ്മയുടെ ഭാഗത്തു നിന്നുള്ളതിൽ ഏറ്റവും വലിയ ഒരു വീഴ്ചകൾ വന്നിട്ടുള്ളത്. മരുമകളുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ തത്രപ്പാട് വിടുന്ന അമ്മ, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ലാസ്റ്റായിട്ടും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ നോട്ട് ചെയ്തത് ഓർത്തിരുന്നായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഈ മരുമകളെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ, അവരുടെ മക്കളെ പറ്റി അവർ പറയില്ല. മരുമകളുടെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പറയുന്നു. ഇനി രണ്ടാമത്തെ ഭാഗം, ഞാൻ 2 ഭാഗം പറയുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം പറയാനായിട്ട് എനിക്ക് ഒരിതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭർത്താവ് ഈ ഉണ്ണിബാബ വ്ലോഗ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ ഇപ്പോൾ അമ്മയുടെ അടുത്തിട്ട് മിണ്ടാനോ പറയാനോ വിടില്ല എന്നൊന്നുമല്ല, വിടുമായിരിക്കാം, നമുക്കറിയില്ല. നമ്മൾ അവരോട് കൂടുതൽ പ്രശ്നങ്ങൾ പറയാതിരിക്കുക. പിന്നെ ഗൾഫിലായിരിക്കുമ്പോൾ ഈ ഒരു ഇങ്ങനൊരു കാര്യം ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ അടുപ്പിക്കാതിരിക്കുക, കുടുംബ പ്രശ്നം പറയാതിരിക്കുക എന്നുള്ളതൊരു ഇതായിരുന്നു. പിന്നീട് കുറ്റപ്പെടുത്തുമല്ല, എന്തെങ്കിലും ഒന്ന് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. പിന്നീട് നമ്മൾ ഇപ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല, അത് മറ്റുള്ളവരെയും പെട്ടെന്നൊന്ന് ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടായേനെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അത് ആ സത്യം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഈ അമ്മ പറഞ്ഞ കാര്യത്തിന് മാത്രമാണ് ഞാൻ അവിടെ മറുപടി പറഞ്ഞത്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പിന്നെ ആത്മഹത്യാ പ്രവണതയുള്ള ആളാണ്,
അതുകൊണ്ട് അത് ചെറിയൊരു വിഷമം വന്നാൽ അദ്ദേഹം അത് ചെയ്യാൻ നോക്കും. പിന്നെ അത് പോട്ടെ. പിന്നെ എന്നെ കുറ്റമൊന്നും അവരെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്കാണ് നഷ്ടപ്പെട്ടത്. മകൻ പോയെങ്കിൽ ഈ അമ്മയ്ക്ക് 4 മക്കളും കൂടിയുണ്ട്. ഇവർക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, പിള്ളേർക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ കാര്യം. അവരുടെ വിഷമം അവർ വീഡിയോയിൽ വരുന്നു എന്നുള്ളതല്ല. അവരുടെ വിഷമം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാരും കരുതണ പോലെ ആയിരിക്കില്ല. അവരുടെ താങ്ങും തണലാണ് പോയത്. പിന്നെ അദ്ദേഹം ഈ ഒരു മകൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഞാൻ ഇഷ്ടം പോലെ അവർ യൂട്യൂബ് വരുമാനം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. മകൻ്റെ പൈസയും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അമ്മ പറയുന്നുണ്ട്, അവളെന്നാ വരുമാനം ഉണ്ടാക്കി തുടങ്ങി, അവൾ വായിട്ടലച്ചുണ്ടാക്കി. അത് തന്നെ വളരെ മോശപ്പെടുത്തിയതല്ലേ. ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെപ്പറ്റി അവൾക്ക് അസുഖമാണെന്നും അവൾ വായിട്ടലച്ചാണ് യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കുന്നത്. അത് എന്നാ അവൾ ഉണ്ടാക്കി, അതൊക്കെ എത്ര കാലം മുന്നെയാണ്, ഇതിനൊക്കെ എന്ത് വാല്യം, എൻ്റെ മോനെ എല്ലാം നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ആ അമ്മയുടെ ഭാഗത്ത് ഒരു ന്യായമുള്ളതായിട്ട് തോന്നില്ല. സില്ലി മാറ്റേഴ്സാണ്. അത് കണ്ടിട്ട് കുറേ പേര് കമൻ്റ് ഇട്ടേക്കണ കണ്ടപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ തോന്നിയത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ആരെയും പേടിച്ച് ചാനൽ നിർത്തേണ്ട കാര്യമില്ല, മുന്നോട്ട് പോകും. പിന്നെ സത്യം ഒരിക്കലും അവരെ മോശപ്പെടുത്തിയോ അവരെ കുറ്റപ്പെടുത്തിയോ ഒന്നും ഈ ഒരു മകൻ മരിച്ചതിൽ പറയാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ലൈഫായിരുന്നു. നമ്മൾ കൂടെ ഹസ്ബൻഡിനെ എന്തെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് ഞാനിപ്പോൾ ഇത് കാണുമ്പോൾ ഓർക്കണേ, ഞാൻ വഴക്കിടുമ്പോൾ ഞാൻ കൂടുതൽ വിഷമമുള്ളപ്പോൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും. ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഒന്നും പറയാതിരിക്കുകയാണ് നല്ലതായിരുന്നു തോന്നുന്നു. കാര്യങ്ങളെല്ലാം നമ്മൾക്ക് അനുകൂലമായി തന്നെ ആണ് വരാൻ. നിങ്ങൾക്ക് ഈ ഉണ്ണിബാബ വ്ളോഗ്സിന് അനുകൂലമായിട്ട് തന്നെ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട്. ഓക്കെ, എന്തൊക്കെയോ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വലിയ ലോങ് വീഡിയോ ആയി, അതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. എനിക്ക് അമ്മ പ്രായമുള്ള ഒരു അമ്മയാണെങ്കിൽ ആ അമ്മയുടെ വാക്കുകളോട് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ബൈ.